ഈ പി ജയരാജനൊരു ഇമേജ് ഉണ്ടല്ലോ പാർട്ടിയിൽ. കാരണം അദ്ദേഹം ഇപ്പം കൊലയാളി രാഷ്ട്രീയം അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം ഒക്കെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയെങ്കിലും അദ്ദേഹത്തിന് ഒരു അഴിമതി വിരുദ്ധ, അതായത് അഴിമതി ഇല്ല, അല്ല ഒരു അഴിമതിക്കാരനല്ല പി ജയരാജൻ എന്നുള്ളൊരു പ്രതിച്ഛായ പൊതുവെ പാർട്ടിക്കിടയിൽ പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ വളരെ പ്രബലമായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ഇത് അവര് പറഞ്ഞുണ്ടാക്കിയതല്ലേ ഇത്. അതെ അവര് തന്നെ ഫേസ്ബുക്കിൽ ജയരാജൻ അഴിമതി വിരുദ്ധൻ എന്ന് പറയുന്നു, അല്ലാതെ വേറെ ആരും നാട്ടുകാർ പറയുന്നൊന്നുമില്ല. ഇത് സി പി എംകാർ തന്നെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു, സി പി എംകാർ തന്നെ താറ ഊരി ഒഴിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? മനു തോമസിന്റെ ഇത് വെളിപ്പെടുത്തലൊക്കെ ഇപ്പം അതെങ്ങനെ കാണുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് മുതലാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് വാടക കൊലയാളികളാണ്, പാർട്ടി പ്രവർത്തകരല്ല. പാർട്ടിയായിട്ട് ബന്ധമൊക്കെ ഉണ്ട്, കൊടി സുനി, കിർമാണി മനോജനൊക്കെ പാർട്ടിയായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടി കേഡർ എന്ന് പറയുന്ന ആ ടീമല്ല. ഇതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പാർട്ടി കേഡർ ഇതിന് തയ്യാറല്ല, കൊലപാതകത്തിന്. പഴയ പോലെ അതിന് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഊരാൻ പറ്റുന്നില്ല. പഴയ പോലെ കോടതികളൊക്കെ വളരെ ശക്തമായിട്ട് പിടിക്കുന്നു. അപ്പോൾ പെട്ടുപോകും എന്നുള്ള സ്ഥിതി, ആളെ കിട്ടാനില്ല. അപ്പോൾ കൊട്ടേഷൻകാരെ വിളിച്ചു തുടങ്ങി. കൊട്ടേഷൻകാരെ വിളിച്ചാൽ അവർക്ക് കാശ് കൊടുത്താൽ ആ ദുരിതം അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം എന്തായി, കൊട്ടേഷൻ എന്ന ദുരിതം തീരുന്നില്ല, കൊട്ടേഷൻ കയറി ഇങ്ങോട്ട് വരുന്നു. കൊട്ടേഷൻകാർക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് 3-4 ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് ഓരോ ഡിമാൻഡ് വയ്ക്കാൻ തുടങ്ങും. അത് ചെയ്ത് കൊടുത്തേ വെക്കുള്ളൂ, കാരണം നമ്മളിവരെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർണം പൊട്ടിക്കുന്നവൻ, മാല പൊട്ടിക്കുന്നവൻ, താലി പൊട്ടിക്കുന്നവൻ, മുന്തി കറുപ്പനൊക്കെ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതെ, ആ സ്ട്രേറ്റ് മനു തോമസിനെ അവസാനിപ്പിക്കാൻ അധികം നേരം വേണ്ട എന്ന് പറഞ്ഞ് ആരോ ഒരാൾ പോസ്റ്റ് ഇട്ടു. ഞാനിത് നോക്കാറില്ല, അങ്ങനെ വാർത്ത വന്നു. അയാളെ തീർത്ത് കളയാൻ അധികം നേരം വേണ്ട, അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അത് വേണ്ടാന്ന് അയാൾ പറയുന്നു. അയാളുടെ സ്ഥാപനം എന്തുകൊണ്ട്, ബിസിനസ് സ്ഥാപനം, അത് നിരീക്ഷണത്തിലാണ് എന്ന് പോലീസ് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും സംഭവിച്ചിരിക്കുന്നത് പാർട്ടി ക്രിമിനൽസിൻ്റെ കയ്യിലേക്ക് പോയി. അവിടെ ഇവർക്കൊന്നും ഒരു നിയന്ത്രണവുമില്ല. ഈ ജയരാജന്മാർക്കൊക്കെ വയസ്സായില്ലെന്ന്, കാലം എല്ലാത്തിനെയും കടത്തിവിട്ടു. നിങ്ങൾക്ക് പഴയ പോലത്തെ ആജ്ഞാശക്തിയോ സംഗതിയോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളർത്തിവിട്ട ഭൂതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തിന്നാനായിട്ട് വാപൊളിച്ച് നിൽക്കുന്നു. അതാണ് കർമ്മഫലം, ഇത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല പി ജയരാജൻ പാലിൽ കുളിച്ച അരയന്നമാണെന്നും ഇ പി ജയരാജൻ എന്തോ മഹാഭാവിയാണെന്നും ഒന്നുമല്ല. അങ്ങേർക്കൊരു ആക്ടിവിറ്റി, ഇങ്ങേരുടെ ആക്ടിവിറ്റി, അതിലൊന്നും ആരും പുറകിലല്ല. അപ്പം അത് ഇവർ ചെയ്യുന്നതാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. പക്ഷേ ജനങ്ങളുടെ കാര്യം നോക്കൂ, സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം തരക്കേടില്ലാതെ പെർഫോം ചെയ്തു അല്ലേ? അതെ. അപ്പോൾ ജനങ്ങളും കള്ളക്കടത്ത് വലിയൊരു കുറ്റമായിട്ട് കാണുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ വിചാരിക്കാൻ. അത് കഴിഞ്ഞുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ 99 സീറ്റ് കൊടുത്ത് വീണ്ടും ജനം. അപ്പോഴൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് ലൈവായിട്ട് നിൽക്കുകയാണ്. സ്വപ്ന സുരേഷ് പ്രസംഗിക്കുന്നു, ശിവശങ്കരൻ ആത്മകഥ എഴുതുന്നു, അതിന് കൗണ്ടർ ആത്മകഥ സ്വപ്ന എഴുതുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടി ജയിക്കുന്നു. കാരണം ഈ സംവിധാനം വെച്ചിട്ട്, ഈ NGO അധ്യാപക ഈ കറക്ക് കമ്പനി വെച്ചിട്ട് അവർ വിചാരിച്ചാൽ വോട്ട് മറിക്കാനറിയാം, അവർക്ക് ആരെ പിടിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം. പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഛിന്ന ഭിന്നമാണ്. ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു നേതാവില്ല. പിണറായിക്ക് ഈക്വലായിട്ട് ഒരു നേതാവില്ല. സി പി എമ്മിന് ഗുണം ചെയ്യുന്നു അല്ലേ? അത് സി പി എമ്മിന് ഗുണം ചെയ്യുന്നു. ഈ ഓൾ ഇന്ത്യ തലത്തിൽ മോദി ചെയ്ത കണ്ടില്ലേ, മോദിക്ക് തുല്യൻ ആരുമില്ല. ആ സ്ഥിതി വന്ന്, ആ സ്ഥിതി ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് വൈസ് ആക്കി മാറ്റി എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ വിജയം. ആ ടെക്നിക്ക് മോദിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ കൗണ്ടർ ടെക്നിക്ക് ഉണ്ടാക്കാൻ താമസിച്ചു, വട്ടെവർ. ബട്ട് 2014-19 ഇതായിരുന്നു. ഇപ്പുറത്ത് മോദി, അപ്പുറത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒരാളില്ല. പക്ഷെ കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പുറത്ത് നിൽക്കുന്നു, അപ്പുറത്ത് ആരാണെന്ന് ചോദിച്ചാൽ ആളില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ലോകമെമ്പാടും തന്നെ ഈ സ്ട്രോങ് ലീഡർഷിപ്പിനെ ഇഷ്ടപ്പെടുന്നു ആൾക്കാർ. അയാൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സാരമില്ല എന്ന് വയ്ക്കുന്നു. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ല. അതുകൂടാതെ ഈ കറക്ക് കമ്പനിയുടെ ഗുണഭോക്താക്കളായിട്ട് പ്രതിപക്ഷത്തെ ആൾക്കാരുമുണ്ട്. ഈ NGOമാർ, അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർക്കും കുറേശ്ശെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്.
പിൻവാതിൽ നിയമനവും മുഴുവൻ CPM മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് 2 കോൺഗ്രസ്സുകാരെ കൂടെ എടുക്കും. കാരണം ഒരു പ്രശ്നം വന്നാൽ തടയിടാനായിട്ട് ആൾ വേണമല്ലോ. ഇതൊക്കെ അവർ ചെയ്യുന്നതാണ്. ഞാനിത് എത്ര വർഷം മുമ്പ് MA ജോൺ, പരിവർത്തനവാദി MA ജോണാണ് എന്നോട് പറഞ്ഞത്. അന്നത്തെ കാലത്ത് 90കളിലാണ് അദ്ദേഹം പറഞ്ഞു, മോഹൻദാസേ, അന്ന് 4500 കോടി രൂപയാണ് അബ്കാരികൾ ഭരണകക്ഷിക്ക് കൊടുക്കേണ്ടത്. ഒരു ഫേവറിനുമല്ല, ബാറ് തുറക്കാനോ അടയ്ക്കാനോ ഒന്നിനുമല്ല. ആണ്ടിൽ 4500 കോടി രൂപ സംഭാവനയായിട്ട് കൊടുക്കണം. ഈ 4500-ൽ 3000 ഭരണകക്ഷിക്ക്, 1500 പ്രതിപക്ഷത്തിന്. ഇതാണ് റേഷ്യോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, സാർ ഇത് തുറന്നെഴുതണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതും. അടുത്ത ആഴ്ച സമകാലിക മലയാളം വാരികയിൽ ഇത് വരും, മോഹൻദാസ് നോക്കൂ. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനും അതിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല, എനിക്ക് മാനനഷ്ട കേസ് അയക്കാൻ പോകുന്നില്ല, ഒന്നും പറയില്ല. പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച ഈ ലേഖനം വന്നു MA ജോണിൻ്റെ. ആരും ഒന്നും വേണ്ടിയില്ല. ജോൺ പറഞ്ഞു, ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ആരും ആ പ്രശ്നത്തോടുമില്ല, അങ്ങനെ ഒരു ലേഖനമേ കണ്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങ് വിട്ടുകളായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ പിൻവാതിൽ നിയമനം, ഇതിലൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ അവർ പറഞ്ഞു വരുത്താൻ പോകുന്നത് പാർട്ടിക്ക് തെറ്റുപറ്റി, അത് തിരുത്താൻ പാർട്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു, അവർ തിരുത്തി, ഞങ്ങൾ തിരുത്തിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്ത് തിരുത്തി എന്നൊന്നും ചോദിക്കരുത്, ഒന്നും തിരുത്തിയിട്ടില്ല. പക്ഷേ അവരിങ്ങനെ പറയും, ഞങ്ങൾ സ്വയം വിമർശനം നടത്തിയെന്നൊക്കെ ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ ഇട്ട് കളിക്കും. ഇത് പോഴന്മാരായ കേരള ജനത വിശ്വസിക്കും, അവനിപ്പോൾ നന്നായി കേട്ടോ. ഈ കടുവ വന്നൊരു പ്രസംഗം നടത്തുന്നത് സങ്കല്പിച്ച് നോക്കുക. ഞാൻ വെജിറ്റേറിയനായി, നോൺ വെജിറ്റേറിയൻ മഹാഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി മേലിൽ ഞാൻ പുല്ലോ വൈക്കോലോ അല്ലാതെ വേറെ ഒന്നും കഴിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കടുവ പ്രസംഗിച്ചാൽ നമ്മൾ വിശ്വസിക്കുക. ബട്ട് കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതാണ് അപജയം എന്ന് പറയുന്നത്.